ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പടം ആഹാ തമിഴിലൂടെ ജൂലൈ 9 OTT റിലീസാവും. പിന്നെ മന്ദാകിനി എന്ന് പറഞ്ഞ പടം മനോരമ മാക്സിലൂടെ ജൂലൈ 12 OTT റിലീസാവും. പിന്നെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് OTT റിലീസായിട്ടുണ്ട്. അതേമാതിരി മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ പടം സോണി ലിവിലൂടെ OTT സ്ട്രീമിംഗ് ആയി. പിന്നെ മിർസാപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ സീസൺ 3 ഇന്ന് സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ ജയരവിയുടെ ബ്രദർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് നാളെ ജൂലൈ 6 11 രാവിലെ പുറത്തിറങ്ങുന്നതാണ്. പിന്നെ ടീൻസ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ഇക്കി പിക്കി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 6 മണിക്ക് പുറത്തിറങ്ങി. പിന്നെ 7 കടൽ 7 മല എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ പുറത്തുവരുമെന്ന് പറഞ്ഞിരുന്നു. 7 മല എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഇന്ന് 6 മണിക്ക് പുറത്തിറങ്ങി. പിന്നെ ബഡ്ഡി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫീൽ ഓഫ് ബഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നാളെ 5 മണിക്ക് പുറത്തിറങ്ങുന്നതാണ്. പിന്നെ രാജ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി. പിന്നെ 7G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ 4ാം ഭാഗത്തിന്റെ ഒരു സ്റ്റില്ല് പുറത്തു വന്നു. പിന്നെ ശിവരാജ് കുമാറിന്റെ ഭൈരവന കൊനെ പാട്ടാന്ന് പറഞ്ഞിട്ടുള്ള പടം അനൗൺസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലുക്ക് ജൂലൈ 8 പുറത്തിറങ്ങുന്നതാണ് രാത്രി. പിന്നെ ശരിപ്പോതെ ശനിവാരം എന്ന് പറഞ്ഞ പടത്തിന്റെ സെക്കൻഡ് ലുക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയലൻസ് ഉള്ള ശനിയാഴ്ചത്തെ സൂര്യൻ നിങ്ങൾ കണ്ടു, ഇനി ബാക്കിയുള്ള ദിവസത്തിലത്തെ സൂര്യനെയാണ് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരത്തെ പോസ്റ്റർ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് സൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ആളുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ്. പിന്നെ കനകരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം ഇന്ന് ഇറങ്ങാൻ ഇരുന്നിരുന്നു. പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് നാളേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കേരള തിയേറ്റർ ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ NKR 21 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരിക്കുകയാണ്. അത് നണ്ടമുറി കല്യാൺ റാമിൻ്റെ ബർത്ത്ഡേ ആയിട്ട് പുറത്തിറക്കിയതാണ്. പിന്നെ NKR 22 നണ്ടമുറി കല്യാൺ റാമിൻ്റെ തന്നെ 22ാമത്തെ പടം. ഇത് ബിംബിസാറിൻ്റെ പ്രീക്വലായിട്ട് വരാൻ പോണ പടം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ അൽഫ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആലിയ ഭട്ടും ഷർവാരിയാണ് പടത്തിൽ അഭിനയിക്കുന്നത്. ഇത് സ്പൈ യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്ന പടമാണ്. YRF സ്പൈ യൂണിവേഴ്സിന്റെ. അതിലിപ്പോൾ 6ാമത്തെ പടം എന്ന് പറയുന്നത് വാർ 2 ആണ്. ഹൃതിക് റോഷനും NTRും കൂടിയിട്ടുള്ള പടം. 7ാമത്തെ പടമായിട്ടാണ് ഈ അൽഫ എന്ന് പറഞ്ഞ പടം വരുന്നത്. പിന്നെ ഡബിൾ ഐസ്വാഡ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 പടത്തിന്റെ റിലീസ്. പിന്നെ മാഫിയ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ടീസർ പുറത്തിറങ്ങി. അത് പ്രജ്വൽ ദേവരാജിന്റെ ബർത്ത്ഡേ ആയിട്ട് പുറത്തിറക്കിയതാണ്. ബർത്ത്ഡേ വിഷയം വേണ്ടിയിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിന്റെ പടത്തിന്റെ അപ്ഡേറ്റ് എന്ന് വരും എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ വന്നിട്ടില്ല. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിന്റെ അടുത്ത സിംഗിൾ എന്നുവെച്ചാൽ അടുത്ത പാട്ട് വരാൻ പോവുകയാണ്. റായൻ റംബിൾ എന്നാണ് പാട്ടിന് പേര് കൊടുത്തിട്ടുള്ളത്. അതിന് 6 മണിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പാട്ട് രസമുണ്ട്, പക്ഷെ വീഡിയോക്ക് ബാഡാസിന്റെ ടച്ച് ഉണ്ട് ലിയോലത്തെ. പിന്നെ കുബേര എന്ന് പറഞ്ഞ ധനുഷും നാഗാർജുനും അഭിനയിക്കുന്ന പടത്തിലത്തെ ലക്ഷ്മി മമതാന്റെ ഫസ്റ്റ് ലുക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് 11:34 പുറത്തിറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ലേറ്റ് ആയിട്ടാണ് പുറത്തുവിട്ടത്. എന്തായാലും ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഒരു കുഴപ്പമില്ലാത്ത ഫസ്റ്റ് ലുക്ക് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ അവർ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലിംസും പുറത്തിറക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം രസമായിട്ടാണ് തോന്നിയിട്ടുണ്ട്. അത് 2 മില്യൺ+ വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയ് അഭിനയിക്കുന്ന പടത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ആയിട്ടുള്ളത് റോമിയോ പിക്ചേഴ്സ് ആണ്. അതേമാതിരി തമിഴ്നാട്ടിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ആയിട്ടുള്ളത് ഇവർ തന്നെയാണ്, റോമിയോ പിക്ചേഴ്സ്. പിന്നെ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ഗോകുലം ഗോപാലൻ മൂവീസാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയോ എടുത്തതും ഇവർ തന്നെ ആയിരുന്നു. എന്തായാലും അവരത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എത്ര തുകക്കാന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല. അത് വന്നാൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് സെപ്റ്റംബർ 27 പറഞ്ഞിരുന്നത്. പക്ഷെ അതിപ്പോൾ സെപ്റ്റംബർ 7 പുറത്തിറങ്ങുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സെപ്റ്റംബർ 5 ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ പടം പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ക്ലാഷുമായിട്ടാണ് പുറത്തിറങ്ങാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. പിന്നെ കൃതി ഷെട്ടി നായികയായി എത്തുന്ന, ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്ത എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, പടത്തിൻ്റെ ഷൂട്ടിങ് സെപ്റ്റംബറിൽ തുടങ്ങുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. സെൽവരാജാണ് പടം കൊടുക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടത്തിൽ ക്യാപ്റ്റനായിട്ട് ദുൽഖർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിനെ കുറിച്ചിട്ട് നാഗാശി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ചെറിയ റോളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഭാവിയിൽ അത് എക്സ്പാൻഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അത് എസ്പെഷ്യലി ദുൽഖർ സൽമാൻ എന്നുള്ള ആളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുൽഖറിന് ഇനി കൽക്കിലൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വിജയ് ദേവരകൊണ്ട അതിൽ അർജുനൻ്റെ കഥാപാത്രമായിട്ട് അഭിനയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ടായില്ല. ഓൾറെഡി ആൾ പ്രൊഫൈൽ ടോപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒഫീഷ്യൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. വിജയ് ദേവരകൊണ്ട അർജുന. പിന്നെ തമിഴ്നാട്ടിന് ഗ്രോസ് കളക്ഷൻ ആയിട്ട് 28 കോടിയോളാണ് കൽക്കി 2098 AD നേടിയിട്ടുള്ളത്. പിന്നെ കേരളത്തിൽ നിന്ന് 18 ആണ് ഇത്ര ദിവസം കൊണ്ട് ഗ്രോസ് കളക്ഷനായി കിട്ടിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഷെയർ കളക്ഷനായി വരുന്നത് 8 കോടിയുടെ അടുത്തൊക്കെ ആയിട്ടാണ്. 8-9 ആ ലെവലിലാണ്. കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ തെലുങ്ക് ഫിലിംസിൽ 3ാം സ്ഥാനത്താണ്. ബാഹുബലി 2 ആണ് ഏറ്റവും മുകളിൽ. 2ാം സ്ഥാനത്ത് RRR ഉണ്ട്. RRR മിക്കവാറും കടത്തി കിട്ടും. 9.75 കോടിയുള്ളൂ. ബാഹുബലിനെ കടത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 31.50 ഉണ്ട്. എന്തായാലും കണ്ടറിയാം. പിന്നെ നോർത്ത് അമേരിക്കയിൽ 14 മില്യൺ+ കളക്ഷനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ ഹോപ്പ് ഓഫ് ശമ്പാള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കൽക്കിയുടെ 2ാം ഭാഗത്തിന്റെ 60% കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 2025 പുറത്തിറക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. 2025 സമ്മറിലൊക്കെ ആയിട്ട്.
പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് ജൂലൈയിൽ തുടങ്ങും എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഒരു ടെസ്റ്റ് ഫോട്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് ഷൂട്ട് എന്നുള്ള രീതിയിൽ ലോകേഷ് കനകരാജ് അറിയിച്ചിരുന്നു. അപ്പോൾ എന്തായാലും പടത്തിൻ്റെ ഷൂട്ടിങ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട്സ് ഫ്രം ടുഡേ എന്ന് പറഞ്ഞിട്ട് സൺ പിക്ചേഴ്സ് ഒരു ഒഫീഷ്യൽ പോസ്റ്റും പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഹൈദരാബാദിലാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ചെന്നൈയിലായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ശ്രുതി ഹാസനും ഓൾറെഡി ഈ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞ് പടത്തിന് യുബാരിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. പടത്തിൻ്റെ റൺ ടൈമായി പറഞ്ഞിരുന്നത് 3 മണിക്കൂറാണ്. പിന്നെ ഓൾറെഡി കമൽഹാസൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പടത്തിൻ്റെ 3-ാം ഭാഗം അടിപൊളിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2-ാം ഭാഗം എടുക്കാൻ സമ്മതിച്ചതെന്നുള്ള രീതിയിൽ. എന്നുവെച്ചാൽ ആൾക്ക് 3-ാം ഭാഗം ഇഷ്ടപ്പെട്ടുകൊണ്ട് 2-ാം ഭാഗം ചെയ്യാത്ത ആൾക്ക് 3-ാം ഭാഗം ആക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്താന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ 2-ാം ഭാഗം മോശമാണെന്നില്ല. പിന്നെ സൂര്യ 44-ന്റെ ഷെഡ്യൂൾ നടന്നിരുന്ന ആൻഡമാനിലാണ്, അവിടുത്തെ ഇപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്, അദ്ദേഹം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡോൺ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം CB ചക്രവർത്തിയും ശിവകാർത്തികേയനും S.J. സൂര്യയും ഇവരൊക്കെ ഒന്നിക്കുന്ന അടുത്തൊരു പടം വരാൻ പോവുകയാണ്. അതിൽ നായികയായിട്ട് രശ്മിക മന്ദാന വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇപ്രാവശ്യം പടത്തിൻ്റെ പേര് ബോസ് എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ശിവകാർത്തികേയൻ്റെ 24-ാമത്തെ പടമായിട്ടായിരിക്കും ഈ പടം വരിക എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഡോൺ പോലെ ഒരു നല്ല പടം കിട്ടും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻസറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റും 12 സെക്കൻഡാണ് ട്രെയിലർ ഡ്യൂറേഷനായി പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ജൂലൈ 8-ാം തീയതി ഇതിന് ട്രെയിലർ വരും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് പടത്തിൻ്റെ റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം ട്രെയിലറിൽ അത് അനൗൺസ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. പിന്നെ മമ്മൂട്ടി കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ബ്രേക്ക് എടുക്കുന്നത്. 4 മാസത്തോളമായിട്ട് ആൾ ഷൂട്ടിനൊന്നും പോയിട്ടില്ല. അപ്പോൾ അടുത്ത മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന പടം ഗൗതം വാസുദേവ് മേനോൻ എടുക്കുന്ന പടമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജൂലൈ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വിളിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.